ഹലോ, ഇന്ന് നമുക്ക് നാഗേന്ദ്രൻസ് ഹണിമൂൺസിൻ്റെ 3-4 എപ്പിസോഡിൻ്റെ കഥ നോക്കിയാലോ. ആദ്യത്തെ 2 എപ്പിസോഡിൻ്റെ കഥ കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. ലില്ലിക്കുട്ടിയുടെ കാശ് മടിച്ചെടുത്ത് നേരെ സോമനും നാഗേന്ദ്രനും കാസർഗോട്ടേക്കാണ് പോയത്. അവിടെ ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ ലോഡ്ജിൽ റൂം എടുത്തു. സോമൻ പുറത്തു പോയ സമയം നാഗേന്ദ്രൻ തന്റെ കൈവശമുള്ള പണം എണ്ണുകയായിരുന്നു. അതേസമയം തന്നെ സോമൻ അവിടേക്ക് വരും. കൂടെ ബഷീർ എന്നൊരാളുമുണ്ട്. ബഷീറിന്റെ സംഘടന ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. ഈ സമൂഹ വിവാഹത്തിന് പിന്നിൽ ചില കഥകളുണ്ട്. ബോംബെ റെഡ് സ്ട്രീറ്റ് വരെ ചെന്നെത്തും. അതൊന്നും നമ്മൾ അറിയേണ്ടെന്ന് സോമൻ പറയും. ഈ കല്യാണം നടന്നാൽ 3 പവന്റെ സ്വർണ്ണ നാണയം നിന്റെ കയ്യിലിരിക്കുമെന്ന് സോമൻ പറയും. അങ്ങനെ സമൂഹ വിവാഹ ദിവസം എത്തി. അലി എന്ന പേരിൽ നാഗേന്ദ്രൻ എത്തുകയാണ്. നാഗേന്ദ്രന് കെട്ടാനുള്ള പെണ്ണ് ലൈല. കല്യാണത്തിനായി സ്റ്റേജിലേക്ക് നാഗേന്ദ്രൻ എത്തുമ്പോഴോ ലൈല സ്റ്റേജിലേക്ക് വരും. ലൈലയെ കണ്ടതും സോമനും നാഗേന്ദ്രനും ഞെട്ടുകയാണ്. എന്തെന്നാൽ ഇവർ സമൂഹ വിവാഹത്തിനായി വരാനായിട്ട് ബസ് കാത്തു നിന്ന സമയം ഈ ലൈല അവിടേക്ക് നടന്നു വരികയായിരുന്നു. ലൈലയെ പിന്തുടർന്ന് ഒരു വാൻ ഉണ്ടായിരുന്നു. വാനിലുണ്ടായിരുന്നവർ പുറത്തു വന്നിട്ട് എന്റെ ചേട്ടനെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് ലൈലയെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റാനായി നോക്കിയപ്പോഴോ ലൈല അവരെ എല്ലാം തല്ലി. തന്റെ കൈവശമിരുന്ന കത്തിയെടുത്ത് കാണിച്ചിട്ട് ഒരു പുതിയ ജീവിതം തേടി ഇറങ്ങിയതാണ് ഞാൻ ഈ നാട്ടിലെത്തിയത് അതിനാണ്. അതിനിടയിൽ വന്നാലെന്ന് പറയുമ്പോൾ അവർ പേടിച്ച് വണ്ടിയിൽ കയറി പോകുന്നു. അങ്ങനെ ലൈല സ്റ്റേജിലേക്ക് കയറി വന്നു. വിവാഹവും കഴിഞ്ഞു. എന്നാൽ പേടി കാരണം നാഗേന്ദ്രൻ കുഴഞ്ഞു വീണു. കിട്ടിയ സ്വർണ്ണ നാണയവും കാശും ലൈലയാണ് വാങ്ങിയതും. അന്ന് രാത്രി തന്നെ ലൈല കിട്ടിയ കാശും സ്വർണ്ണ നാണയവുമെല്ലാം കൈവശം വെച്ചു. സ്വർണ്ണ നാണയങ്ങൾ തന്റെ ബ്ലൗസിനകത്തും വെച്ചു. മറ്റൊരു വശത്ത് ലൈലയ്ക്കൊപ്പം എങ്ങനെയൊരു റൂമിൽ കഴിയുമെന്ന പേടിയാണ് നാഗേന്ദ്രന്. അവളുടെ കൈവശമുള്ള കാശും സ്വർണ്ണ നാണയവും അടിച്ചെടുക്കാനായി പറഞ്ഞ് സോമൻ നാഗേന്ദ്രനെ റൂമിലേക്ക് വിട്ടു. പേടിച്ച് കയറി ചെന്ന നാഗേന്ദ്രനടുത്തെത്തിയ ലൈല എന്നെ പേടിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ രാവിലെ നിങ്ങൾ കുറച്ചുപേരെ തല്ലിയല്ലോ, അവരൊക്കെ ആരാ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ ആരെന്നറിയണമെന്ന് പറഞ്ഞ് ലൈല തന്റെ കഥ പറഞ്ഞു. ലൈല ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. വിവാഹം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നല്ല സന്തോഷമായിരുന്നു. ലൈല തന്റെ ഭർത്താവിനെ നന്നായി നോക്കുമായിരുന്നു. ഒരിക്കൽ ഭർത്താവിനുള്ള ആഹാരവുമായി ഓഫീസിലെത്തിയ ലൈല ഭർത്താവിനെ മറ്റൊരു പെണ്ണിനൊപ്പം കണ്ടു. അതവൾക്ക് സഹിക്കാനായില്ല. തിരികെ വീട്ടിലെത്തിയ ഭർത്താവ് തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ലൈല അതിനെ എതിർത്തു. ഒടുവിൽ ഭർത്താവ് അവളെ ഉപദ്രവിക്കുവാനായി തുടങ്ങി. കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തി. സ്വരക്ഷയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയതിനാൽ 7 വർഷം മാത്രമാണ് കോടതി എന്നെ ശിക്ഷിച്ചത്. അതിനുശേഷം ജയിലിൽ നിന്നിറങ്ങി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ അമ്മയാണെങ്കിലോ ഞാൻ അവരുടെ മകളല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും അടിച്ചിറക്കി. ആ സമയമായിരുന്നു സമൂഹ വിവാഹത്തെപ്പറ്റി അറിഞ്ഞതും. ഇനിയെങ്കിലും നല്ലൊരു ഭർത്താവിനെ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളെ കണ്ടിട്ട് പാവം തോന്നി. എന്നോട് നന്നായി നിന്നാൽ ഞാനും നിങ്ങളെ നന്നായി നോക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവർ ഉറങ്ങാനായി കിടന്നു. ലൈല നല്ല ഉറക്കത്തിലായിരുന്ന സമയം നാഗേന്ദ്രൻ അലമാരിയിൽ നിന്നും കിട്ടിയ കാശെടുത്തു. പക്ഷേ സ്വർണ്ണ നാണയം കിട്ടിയില്ല. കിട്ടിയതെങ്കിൽ കിട്ടിയത് എന്ന് കരുതി കതക് തുറക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു സ്വർണ്ണ നാണയം തറയിൽ വീഴുന്ന ശബ്ദം കേട്ടു. നാഗേന്ദ്രൻ അതെടുത്ത ശേഷം ലൈലയുടെ ബ്ലൗസിനടിയിൽ അടുത്ത സ്വർണ്ണ നാണയം കണ്ടു. പക്ഷേ നാഗേന്ദ്രൻ അതെടുക്കാതെ കിട്ടിയതുമായി റൂമിൽ നിന്നും പോയി. മറ്റൊരു വശത്ത് ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ അവളുടെ അച്ഛനാണെങ്കിലും ബഹളമുണ്ടാക്കുകയാണ്. അവളെ കെട്ടിയ പയ്യൻ പോയിട്ട് 2 ആഴ്ചയായി. നല്ല ജീവിതം അവൾക്ക് കിട്ടിയില്ലെങ്കിൽ സ്വത്തിൽ ഒരു ഭാഗം പോലും നിനക്ക് കിട്ടില്ലെന്ന് അച്ഛനാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് കയറി വന്ന വർക്കിയോട് പറഞ്ഞു. വർക്കി ഒരു പോലീസുകാരനാണ്. വർക്കിക്ക് ആകെ ടെൻഷനായി. അതേസമയം വർക്കിയുടെ ഭാര്യ ഒരു പത്രവാർത്തയുമായി വരും. അടുക്കളയിലെ ഷെൽഫിൽ വിരിക്കാനെടുത്ത പത്രത്തിൽ കണ്ടതാണെന്ന് പറഞ്ഞ് വർക്കിയെ കാണിച്ചപ്പോൾ അത് സമൂഹ വിവാഹത്തിന്റെ ഫോട്ടോയായിരുന്നു. നാഗേന്ദ്രനെ കണ്ടതും വർക്കിക്ക് വല്ലാത്ത ദേഷ്യമായി. ഭാര്യയോട് കുറച്ചു ദിവസത്തേക്കുള്ള തന്റെ തുണിയൊക്കെ പാക്ക് ചെയ്യാനായി പറഞ്ഞു. അങ്ങനെ വർക്കി നാഗേന്ദ്രനെ തിരക്കി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പാലക്കാടാണ്. ഒരു സാവിത്രിയുടെ കഥയാണ് കാണിക്കുന്നത്. ഒരു നമ്പൂതിരി ഇല്ലം. അവിടുത്തെ അച്ഛൻ നമ്പൂതിരി തന്റെ ആദ്യ ഭാര്യയിലെ മകളായ സാവിത്രിക്ക് വേണ്ടി വിവാഹമാലോചന നടത്തുകയാണ്. രണ്ടാനമ്മയ്ക്ക് സാവിത്രി അത്ര ഇഷ്ടമേ അല്ല. എങ്ങനെയും അവളെ വിവാഹം കഴിപ്പിച്ച് വിടണമെന്നാണ് ആഗ്രഹം. അതിനൊരു കാരണമുണ്ട്. എന്തെന്നാൽ സാവിത്രി ഗർഭിണിയാണ്. നാട്ടുകാരും വിവരം അറിഞ്ഞിട്ടില്ല. സാവിത്രിയെ ആരോ ചതിച്ചതാണ്. 20 വയസ്സുകാരി സാവിത്രിക്ക് ആലോചന വന്നത് ഒരു 40 വയസ്സുകാരൻ്റേത്. അച്ഛനതിൽ വല്ലാത്ത വിഷമം. നാട്ടുകാര് മറ്റു കാര്യങ്ങളൊക്കെ അറിയും മുമ്പ് അവളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണമെന്നാണ് രണ്ടാനമ്മയ്ക്ക്.
അച്ഛനാണെങ്കിൽ നേരെ കരഞ്ഞു തളർന്ന് റൂമിലിരിക്കുന്ന സാവിത്രിയെ കാണാൻ എത്തിയിട്ട് നിന്നെ നാളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. സാവിത്രി അത് കേട്ട് കരയുകയാണ്. അടുത്ത ദിവസം പെണ്ണ് കാണാനായി എത്തുന്നത് നാഗേന്ദ്രനും സോമനുമായിരുന്നു. നാഗേന്ദ്രൻ മറ്റൊരു പേരിലാണ് എത്തുന്നതും. ഇത്തവണ ആരും സംശയിക്കാതിരിക്കാൻ കൂടെ സോമന്റെ നാടകത്തിലുള്ള 2 പേരെ കൂടി അച്ഛനും അമ്മയുമായും കൂട്ടിയിട്ടുണ്ട്. പെണ്ണ് കാണാനായി എത്തി. സാവിത്രിയെ കൊണ്ട് നിർബന്ധിച്ച് രണ്ടാനമ്മ ചായ കുടിപ്പിക്കും. അതിനുശേഷം നാഗേന്ദ്രനും സാവിത്രിയും സംസാരിക്കട്ടെ എന്ന് വീട്ടുകാർ പറയും. എന്നാൽ മാറി നിന്ന് സംസാരിക്കുമ്പോൾ സാവിത്രി നാഗേന്ദ്രനോട് ഒന്നും മിണ്ടിയതേയില്ല. എന്നാൽ ഞാൻ പോകട്ടെ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പോൾ സാവിത്രി ശരി പറയും. ഉടനെ തന്നെ സാവിത്രി ഛർദ്ദിക്കുകയാണ്. നാഗേന്ദ്രന്റെ മനസ്സിൽ സംശയമുണ്ടായി. അതിനുശേഷം സാവിത്രി കുളക്കടവിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കരയുകയാണ്. പിന്നീട് സാവിത്രിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. കുറേ മാസങ്ങൾക്ക് മുൻപ് സാവിത്രി നല്ല സന്തോഷവതിയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം കോളേജിൽ പഠിക്കാൻ പോയിരുന്ന സമയം ഒരിക്കൽ കോളേജിലേക്ക് പുതിയ സാർ പഠിപ്പിക്കാൻ വന്നു. സാറിന് ആദ്യ കാഴ്ചയിൽ തന്നെ സാവിത്രിയെ ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് സാർ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അതവൾക്ക് മനസ്സിലായി. പതിയെ പതിയെ അവർ രണ്ടാളും പ്രണയത്തിലുമായി. ഒരിക്കൽ ലോഡ്ജിൽ റൂം എടുത്ത് സാർ അവളെ അവിടേക്ക് കൊണ്ടുപോയി. രണ്ടാളും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു. ദിവസങ്ങൾ കടന്നു പോകെ സാവിത്രിക്ക് താൻ ഗർഭിണിയാണെന്ന കാര്യം മനസ്സിലായി. അക്കാര്യം സാറിനോട് പറഞ്ഞപ്പോൾ സാർ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസം മുതൽ സാറിനെ കോളേജിൽ കാണാനില്ല. സാർ അവിടെ നിന്നും പോയിരുന്നു. താൻ ചതിക്കപ്പെട്ടുവെന്ന് സാവിത്രിക്ക് മനസ്സിലായി. അതവൾക്ക് സഹിക്കാനായില്ല. സത്യമറിഞ്ഞ വീട്ടുകാർ അക്കാര്യം മറച്ചുവെച്ച് വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിച്ചു. മറ്റൊരു വശത്ത് വർക്കിയാണെങ്കിലോ നാഗേന്ദ്രനെ അന്വേഷിച്ച് കാസർഗോഡേക്ക് എത്തി. രജിസ്റ്ററൊക്കെ പരിശോധിച്ച് അവിടെയുള്ള ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബഷീറാണ് അവരെ പരിചയപ്പെടുത്തിയതെന്ന് വർക്കിക്ക് മനസ്സിലായി. ബഷീറിനെ കണ്ടെത്തി. ആദ്യമൊന്നും ബഷീർ സത്യം പറയുവാൻ കൂട്ടാക്കിയില്ല. 2 അടി കിട്ടിയപ്പോൾ അവൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ സാവിത്രിയുടെയും നാഗേന്ദ്രന്റെയും വിവാഹവും കഴിയുകയാണ്. തന്റെ വീട് എറണാകുളമാണെന്നും അടുത്ത ദിവസത്തെ ട്രെയിനിൽ നാട്ടിൽ പോകണമെന്നും വീട്ടുകാരെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ചിരുന്നു. നാഗേന്ദ്രൻ സോമനോട് പറയും, നീ ലോഡ്ജിൽ തന്നെ കാണണം, കിട്ടിയ സ്വർണവും പണവുമായി ഞാൻ രാത്രി തന്നെ വരുമെന്ന് പറഞ്ഞതിനാൽ സോമനാണെങ്കിലോ ലോഡ്ജിന്റെ വാടകയും അഭിനയിക്കാൻ കൊണ്ടുവന്നവർക്കുള്ള കാശും നാഗേന്ദ്രന്റെ കയ്യിൽ നിന്നും വാങ്ങി അവിടെ നിന്നും പോയി. രാത്രി ആയപ്പോൾ തന്റെ സാധനങ്ങളും എടുത്ത് ആരും അറിയാതെ നാഗേന്ദ്രൻ പോകാനായി ഇറങ്ങുമ്പോൾ ആ വലിയ മനയിൽ പുറത്തിറങ്ങാനുള്ള വഴി നാഗേന്ദ്രന് മനസ്സിലാകുന്നതേയില്ല. എന്തോ ശബ്ദം കേട്ട് നാഗേന്ദ്രൻ പേടിച്ച് ഒരു റൂമിലേക്ക് ഓടിക്കയറി. അപ്പോൾ അവിടെ കണ്ടത് സാവിത്രി തൂങ്ങി മരിക്കുവാനായി ശ്രമിക്കുന്നതാണ്. നാഗേന്ദ്രൻ അവളെ അതിൽ നിന്ന് രക്ഷിച്ചു. സാവിത്രിക്കാണെങ്കിലോ നാഗേന്ദ്രൻ രക്ഷപ്പെടാൻ നോക്കുന്ന കാര്യം മനസ്സിലായിരുന്നു. സാവിത്രി മനയിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് നാഗേന്ദ്രനെ സഹായിച്ചു. പോകുന്നതിന് മുമ്പ് നാഗേന്ദ്രനാണെങ്കിലോ കൈക്കലാക്കിയ സ്വർണത്തിൽ നിന്നും പകുതി സാവിത്രിക്ക് നൽകിയിട്ട്, ആത്മഹത്യക്ക് ശ്രമിക്കരുത്, നിന്റെ വയറ്റിലൊരു ജീവനുണ്ട്, അതിനെപ്പറ്റി നീ ആലോചിക്കണം. നിന്റെ അച്ഛൻ തന്നതിന്റെ പകുതി ഞാൻ എടുത്തു, ബാക്കി നിനക്ക്, ഇതെനിക്ക് വേണം, ഇതുകൊണ്ട് രക്ഷപ്പെടാമെങ്കിൽ നീ രക്ഷപ്പെടാനായും പറഞ്ഞ് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോയി. നേരെ നാഗേന്ദ്രൻ ചെന്നത് ലോഡ്ജിലേക്കായിരുന്നു. സോമനെ വിളിച്ചു നിർത്തി ലോഡ്ജുകാരന് കാശ് കൊടുക്കാതിരിക്കാൻ അയാൾ അറിയാതെ രണ്ടാളും അവിടെ നിന്ന് മുങ്ങി. പിന്നീട് എന്തായി, അവരെ വർക്കി പൊക്കിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.